ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു അപകടമാണോ അതോ കൊലപാതകമോ? റെയ്സിയുടെ മരണശേഷം സംശയത്തിന്റെ കരിനിഴൽ ഒരുപാട് രാജ്യങ്ങൾക്ക് നേരെയും ഒരുപാട് വ്യക്തികൾക്ക് നേരെയും നീളുന്നുണ്ട് എന്നതാണ് സത്യം. ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ മരണവും അതിനു ചുറ്റിയുള്ള ഗൂഢാലോചനകളുമാണ്. നമുക്ക് നോക്കാം. ഇബ്രാഹിം റെയ്സിയുടെ അതിദാരുണമായ അന്ത്യം. സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി 2024 മെയ് 19 ഞായറാഴ്ച ഇറാന്റെയും അസർബൈജാന്റെയും അതിർത്തിയിലുള്ള ഖിസ് ഖലാസിയുടെ അല്ലെങ്കിൽ അസേറിയിലെ കാസ്റ്റിൽ ഓഫ് ഗേൾ അണക്കെട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം ഇറാൻ സമയം ഉച്ചയോടടുത്ത് പങ്കെടുക്കുന്നു. ചടങ്ങിന് ശേഷം അമേരിക്കൻ നിർമ്മിതിയായ ബെൽ 212 1970 മോഡൽ ഹെലികോപ്റ്റർ അദ്ദേഹത്തെയും കൂട്ടി ഇറാനിലെ തിബ്രിസ് നഗരത്തിലേക്ക് പറന്നു. യാത്രാമധ്യേ പ്രാദേശിക സമയം 1:30 കിസ് ഖലാസി അണക്കെട്ടിന് 58 കിലോമീറ്റർ തെക്കും ഉസി ഗ്രാമത്തിന് 2 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുമായി ഒരു വിദൂര പർവ്വത പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ പൊടുന്നനെ കാണാതാവുകയാണ് ഉണ്ടായത്. 12 മണിക്കൂർ നീണ്ട തിരച്ചിലിനു ശേഷമാണ് റെയ്സിയുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചത്. ഹെലികോപ്റ്ററിന്റെ തകർച്ചയും തിരച്ചിലും മരണവും. ഹെലികോപ്റ്റർ പകർന്നു പൊങ്ങി അധികം വൈകാതെ പ്രസിഡന്റ് യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററിലെ പൈലറ്റ് മറ്റ് സുരക്ഷാ അകമ്പടിക്ക് വന്നിരുന്ന 2 ഹെലികോപ്റ്ററിന്റെ പൈലറ്റുമാരോട് നിങ്ങൾക്ക് മുൻപിൽ ഒരു മേഘക്കൂട്ടം അല്ലെങ്കിൽ ഫോഗ് വരുന്നുണ്ട്, അതുകൊണ്ട് ഉയരത്തിലേക്ക് പോകാനായിട്ട് ഒരു ഓർഡർ കൊടുത്തു. പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ പൈലറ്റാണ് കമാൻഡർ. അതുകൊണ്ട് സുരക്ഷാ കമ്പനിക്ക് വന്ന 2 ഹെലികോപ്റ്ററുകളും ഉയരത്തിലേക്ക് പൊങ്ങി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കാണാത്തതുകൊണ്ട് ഈ മറ്റു 2 അകമ്പടി ഹെലികോപ്റ്ററും താഴേക്ക് വന്നു നോക്കി. പക്ഷേ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിനെ കണ്ടെത്താനായില്ല. അകമ്പടി സേവിച്ചിരുന്ന ഹെലികോപ്റ്ററിലെ സെക്യൂരിറ്റി ചീഫ് പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ചീഫിനെയും മറ്റ് ആളുകളെയും വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ എടുത്തത് കൂടെ ഉണ്ടായിരുന്ന തിബ്രിസിലെ ഇമാമായ ആയത്തുള്ള അൽ ഹാഷിമാണ്. അദ്ദേഹം പറഞ്ഞു, ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവരെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. 2 തവണ ഇതുപോലെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇറാൻ വൈസ് പ്രസിഡന്റ് മോഹസിൻ മൻസൂരിയെ ഉദ്ധരിച്ചുകൊണ്ട് ട്രെൻഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഹെലികോപ്റ്റർ അപകടത്തിന് ശേഷം 2 യാത്രികരുമായി ഒന്നിലധികം തവണ ആശയവിനിമയം നടത്താൻ സാധിച്ചു. ഇവരിൽ ഒരാൾ ഹെലികോപ്റ്ററിലെ യാത്രക്കാരനും മറ്റൊരാൾ ഹെലികോപ്റ്ററിലെ ക്രൂ അംഗവുമാണ്. അകമ്പടി പോയ ഹെലികോപ്റ്ററിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെയാണ്: കനത്ത മേഘക്കൂട്ടം മുൻപിലുണ്ടെന്നും മുകളിലേക്ക് ഉയരാനും നിർദ്ദേശം കിട്ടിയ തങ്ങൾ മുകളിലേക്ക് ഉയർന്നു നോക്കിയിട്ട് കണ്ടത് വളരെ ചെറിയൊരു മേഘവലയം മാത്രമാണ് എന്നതാണ്. 2 ഹെലികോപ്റ്ററുകളുടെ അകമ്പടി ഉണ്ടായിട്ടും കാണാതായി 5 മിനിറ്റിനുള്ളിൽ അവർ തിരിച്ചു വന്ന് നോക്കിയിട്ടും തകർന്ന ഹെലികോപ്റ്ററിലെ 2 യാത്രികരായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടും ഇറാൻ സേനയ്ക്ക് തകർന്നു വീണ ഹെലികോപ്റ്റർ കണ്ടുപിടിക്കാൻ 10 മണിക്കൂറിലേറെ സമയവും അതിനടുത്തെത്താൻ ഏതാണ്ട് 16 മണിക്കൂറിലേറെ സമയം എടുത്തു എന്നത് വിചിത്രം തന്നെയാണ്. കാരണം അതിലെ യാത്രികൻ അവരുടെ രാഷ്ട്രപതിയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ദുർഘടം പിടിച്ച ഈ സ്ഥലത്ത് തകർന്നുപോയ ഹെലികോപ്റ്റർ കണ്ടുപിടിക്കാൻ അവർ ബെൽ 212ന്റെ നിർമ്മാതാക്കളായ അമേരിക്കയുടെയും തൊട്ടടുത്തുള്ള സുന്നി രാജ്യമായ തുർക്കിയുടെയും സഹായം ചോദിച്ചു. ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ പറഞ്ഞ് അമേരിക്ക കൈ കഴുകിയപ്പോൾ രാത്രിയിൽ കാഴ്ചശക്തിയുള്ളതും ദീർഘദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നതും താഴെയുള്ള വസ്തുവിന്റെ ഹീറ്റ് സിഗ്നേച്ചർ ചൂട് നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അക്കിൻസി ഡ്രോൺ അയച്ചുകൊണ്ടാണ് തുർക്കി ഇറാനെ സഹായിച്ചത്. 2200 മീറ്റർ 7200 അടി ഉയരത്തിലുള്ള ക്രാഷ് സൈറ്റിൽ എത്തിയ ശേഷം ഇറാനിയൻ റെഡ് ക്രസന്റ് തലവൻ പിർഹോസിൻ കൊളിവാഡ് പറഞ്ഞു, ജീവന്റെ അടയാളങ്ങളൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. പിന്നെ പുറം ലോകം കാണുന്നത് പൂർണ്ണമായും കത്തിനശിച്ച ഒരു ഹെലികോപ്റ്ററിന്റെ വാൽഭാഗവും ഒരു പർവ്വതനിരയിൽ തകർന്ന സ്ഥലത്തിന്റെ ദൃശ്യവും സ്റ്റേറ്റ് ഇറാൻ TV സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇറാൻ ക്രൈസിസ് മാനേജ്മെന്റ് ഏജൻസിയുടെ തലവൻ മുഹമ്മദ് നാബി തസ്നിം വാർത്താ ഏജൻസികളോട് പറഞ്ഞു, എല്ലാ മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞു, DNA പരിശോധനയുടെ ആവശ്യവുമില്ല എന്നാണ്. അപകടത്തിന് ശേഷം 1 മണിക്കൂറോളം തിബ്രിസിലെ ഇമാം ആയത്തുള്ള അലി ഹാഷിം ജീവിച്ചിരുന്നു എന്നും മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രസിഡന്റ് ഓഫീസ് മേധാവിയുമായി ബന്ധപ്പെട്ടിരുന്നെന്നും മുഹമ്മദ് നാബി പറഞ്ഞു വെക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ഒരു ശരീരവും എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഒരുപാട് സംശയങ്ങൾ ബാക്കിയാക്കിയാണ് ഇബ്രാഹിം റെയ്സിയെയും കൊണ്ട് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഇത് ഒരു സാധാരണയായ ഒരു അപകടം മാത്രമാണോ അതോ ഇതൊരു വെൽ പ്ലാൻഡ് കൊലപാതകമാണോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇബ്രാഹിം റെയ്സിയുടെ ചരിത്രം അറിയേണ്ടതുണ്ട്. നമുക്ക് നോക്കാം, ആരായിരുന്നു ഇബ്രാഹിം റെയ്സി? 5 വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആണ് നമുക്ക് ഇബ്രാഹിം റെയ്സി ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
1988 ഡെത്ത് കമ്മീഷൻ ഇറാനിലെ ഷായെ അട്ടിമറിച്ച 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് റെയ്സി തന്റെ കരിയർ ആരംഭിക്കുന്നത്. 1988 ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിപ്പിച്ചപ്പോഴേക്കും അദ്ദേഹം ഇറാന്റെ വിപ്ലവ കോടതിയുടെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെട്ടിരുന്നു. മരണ കമ്മീഷനുകൾ എന്ന് അനൗപചാരികമായി വിളിക്കപ്പെട്ട 4 അംഗ പാനലിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു അദ്ദേഹം. ഈ കമ്മീഷനിൽ മതപണ്ഡിതരും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും മറ്റംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. അവരുടെ കൂടെ 27 വയസ്സുള്ള റെയ്സിയും. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അന്നത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹോള ഖുമൈനി ഒരു ഫത്വ അല്ലെങ്കിൽ മത ജുഡീഷ്യൽ ഉത്തരവിലൂടെ കമ്മ്യൂണിസ്റ്റുകാരെയും ദൈവത്തിന്റെ ശത്രുക്കളെയും ഉൾപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വധിക്കാൻ ഉത്തരവിട്ടു. ഇത് ആയിരക്കണക്കിന് ആളുകളുടെ വധശിക്ഷയ്ക്ക് കാരണമായി. നിരവധി കണക്കുകൾ പ്രകാരം ഇറാനിൽ ഉടനീളം കുറഞ്ഞത് 30,000 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് പരക്കെയുള്ള വിശ്വാസം. 1988 ഈ കൂട്ടക്കൊലകളാണ് ഇറാനിലെ ഈ നേതാവിന് ടെഹ്റാനിലെ കശാപ്പുകാരൻ ദ ബുച്ചർ ഓഫ് ടെഹ്റാൻ എന്ന കുപ്രസിദ്ധമായ വിളിപ്പേര് നേടിക്കൊടുത്തത്. ന്യൂനപക്ഷങ്ങളുടെ പ്രോസിക്യൂഷൻ താരതമ്യേന ചെറുപ്പത്തിൽ തന്നെ കരാജ് ഹംദാൻ പ്രവിശ്യകളുടെ പ്രോസിക്യൂട്ടർ ജനറലായി നിയമിതനായ ശേഷം അദ്ദേഹം ഇറാനിലെ ഏറ്റവും വലിയ മത ന്യൂനപക്ഷമായ ബഹായി സമുദായത്തിലെ അംഗങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ പ്രധാനമായൊരു പങ്ക് വഹിച്ചിരുന്നു. കൂടാതെ അദ്ദേഹം ബഹായി സമുദായത്തിലെ നിരവധി അംഗങ്ങളെ തടവിലിടുകയും പീഡിപ്പിക്കുകയും വധിക്കുകയും വരെ ചെയ്തിരുന്നു. 2017, 2019 പ്രതിഷേധങ്ങൾ. 2014 ഇറാന്റെ പ്രോസിക്യൂട്ടർ ജനറലായി റൈസി നിയമിതനായി. 2017 US-ന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ഏർപ്പെടുത്തിയ വൻ ഉപരോധത്തിൽ ആടി ഉലഞ്ഞു പോയ ഇറാൻ വൻതോതിലുള്ള തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വിദേശ നാണ്യ പ്രതിസന്ധി തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. ഇത് ടെഹ്റാനിലും മറ്റു നഗരങ്ങളിലും വൻ പ്രതിഷേധത്തിന് കാരണമായി. ഈ കേസുകളിലൂടെയും 1500-ലധികം ആളുകളുടെ മരണസമയത്തും ജുഡീഷ്യറിയുടെ തലവനായി റെയ്സി തന്നെ ഇരുന്നു. 2022 കൊലപാതകങ്ങൾ. വ്യാപകമായി കൃത്രിമം നടന്നതും നിരവധി എതിരാളികൾ അയോഗ്യരാക്കപ്പെട്ടതും വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതുമായ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് റൈസി വിജയിക്കുകയും 2021 ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി നിയമിതനാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പഴയ ശീലങ്ങൾ പ്രസിഡന്റായപ്പോഴും തുടർന്നു എന്നാണ് സത്യം. 2022 മഹ്സ അമിനി എന്ന 20 വയസ്സുള്ള യുവതി സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമെന്ന ഡ്രസ് കോഡ് ലംഘിച്ചു എന്നതിന് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചു. പുതിയ സർക്കാർ വസ്ത്രധാരണവും സദാചാര നിയമവും കൊണ്ടുവന്നിരുന്നു. ഈ കൊലപാതകം വൻ പ്രതിഷേധത്തിന് കാരണമായി. ഇത് ഇറാൻ സമീപകാലത്ത് കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു. 500-ലധികം പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. 2024 ഇറാൻ ഇസ്രായേൽ സംഘർഷം. ഈ വർഷമാണ് ഇറാൻ ചരിത്രത്തിലാദ്യമായി ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഈ 2 രാജ്യങ്ങളും തുറന്ന യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിന്റെ ക്രെഡിറ്റും ഇബ്രാഹിം റെയ്സി എന്ന കർക്കശക്കാരനായ ഭരണാധികാരിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം ഇറാനിലും പുറത്തും ഇറാനകത്തും നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ വിലപിച്ചുവെങ്കിലും പലരും പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും മരണം ആഘോഷിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മരണം അനേകർ ആഗ്രഹിച്ചിരുന്നു. കൂടാതെ അത്തരമൊരു പ്രവൃത്തി നടപ്പിലാക്കാൻ യഥാർത്ഥത്തിൽ നിരവധി ശക്തികളും ഉണ്ടായിരുന്നു. ഔദ്യോഗികമായി ഇറാൻ പ്രഖ്യാപിച്ച അപകട മരണം എന്ന സ്വാഭാവിക കാരണമല്ലാതെ ഗൂഢാലോചനയുടെ എല്ലാ സാധ്യതകളും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ഇറാൻ ഇസ്രായേൽ. യോർദാൻ നദി മുതൽ കടൽ വരെ പലസ്തീൻ മാത്രം എന്ന് പ്രഖ്യാപിച്ച ഒരു രാജ്യത്തിന്റെ കടുംപിടുത്തക്കാരനായ നേതാവായിരുന്നു റൈസി. അതിനർത്ഥം ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ഈ ഭൂമിയിൽ നിലനിൽക്കില്ല എന്നതാണ്. കടുത്ത ജൂതവിരോധ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് മതരാജ്യമായ ഇറാനും ഇസ്രായേലും തമ്മിൽ പോരാട്ടം തുടങ്ങുന്നത്. 2024 നേർക്ക് നേർ ആക്രമണത്തിന് വരെ അവർ ചരിത്രത്തിൽ ആദ്യമായി മുതിർന്നെങ്കിലും വൻ ശക്തികൾ നേരിട്ട് ഇടപെട്ട് ഒരു പരിധിവരെ അത് തടഞ്ഞു വെക്കുകയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വലിയ അഗ്നിപർവ്വതമായി ഇവർ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം ഇന്നും നിലനിൽക്കുകയാണ്. ഇറാന്റെ പ്രഖ്യാപിതമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ മുഖമായി നടന്നത് അവരുടെ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി എന്ന ആള് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരമാണ് ഹമാസും ഹിസ്ബുള്ളയും ഇറാൻ നേരിട്ടും ഇസ്രായേലിനെതിരെ ഒട്ടനവധി ആക്രമണം നടത്തിയത്. ഇതിൽ ഒരുപാട് ദേഷ്യവും വൈരാഗ്യവും ഇസ്രായേലിന് സ്വാഭാവികമായി ഇദ്ദേഹത്തോട് തോന്നാം. ഇദ്ദേഹത്തെ വകവരുത്തുവാൻ ആഗ്രഹവും ഉണ്ടാകാം. മൊസാദ് എന്ന ഏറ്റവും ഭീകരമായ ചാരസംഘടന ഇസ്രായേലിന്റെ സ്വന്തമാണ്. ഇതുപോലുള്ള ഹൈ പ്രൊഫൈൽ എലിമിനേഷൻസ് ചെയ്ത് തഴക്കവും വഴക്കവും ഉള്ളവരാണ് മൊസാദ്.
പക്ഷേ ഇസ്രായേൽ നേരിട്ട് ഇത് ചെയ്യാനുള്ള സാധ്യത 50% താഴെയുള്ളൂ. കാരണം ഇബ്രാഹിം റൈസി ഒരു വിരലാണെങ്കിൽ അതിന് പുറകിലിരിക്കുന്ന ഖൊമൈനി എന്ന സുപ്രീം മത ലീഡറാണ് യഥാർത്ഥത്തിൽ ഇറാനെ നയിക്കുന്നത്. അതുകൊണ്ട് ഒരു റൈസി പോയാൽ മറ്റൊരു റൈസി വരുമെന്നതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് സ്വന്തം താല്പര്യത്തെ സംരക്ഷിക്കാനായിട്ട് ഈ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഇത് ചെയ്യുമെന്ന് കരുതാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇറാൻ ഒരു തിരിച്ചടി കൊടുക്കുവാൻ ജൂതരാഷ്ട്രം തീരുമാനിച്ചാൽ ഇതും അവർ ചെയ്തതായി നമുക്ക് സംശയിക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ യുദ്ധം എന്ത് കാരണം കൊണ്ടും തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന വസ്തുത കൂടി മനസ്സിലാക്കുമ്പോൾ ഈ സംശയം ശക്തമാകുന്നു. അമേരിക്ക ആൻഡ് ഇറാൻ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പ്രത്യയശാസ്ത്ര പ്രകാരം നമുക്ക് ഈ മരണത്തിലും അമേരിക്കയെ തന്നെ സംശയിക്കാം. ഒന്നാമത്തെ കാര്യം, റെയ്സി സഞ്ചരിച്ചിരുന്ന ബെൽ 212 ഹെലികോപ്റ്റർ നിർമ്മാതാക്കൾ അമേരിക്കയായിരുന്നു. അതിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എത്ര കാലപ്പഴക്കമുള്ളതാണെങ്കിലും അമേരിക്കയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തകർക്കാനാകും എന്നുള്ള വിശ്വാസം പല ആളുകൾക്കുമുണ്ട്. 2, സാറ്റലൈറ്റ് ഉപയോഗിച്ച് മുകളിൽ നിന്ന് ഏത് വസ്തുവിനെയും തകർത്ത് കളയാൻ സാധിക്കുന്നതും ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഉപയോഗിച്ച് വിദൂരത്തുള്ള ഏത് വസ്തുവിനെയും നശിപ്പിക്കാൻ സാധിക്കുന്നതുമായ ഏറ്റവും നവീനമായ ആയുധങ്ങളുള്ള 2 രാഷ്ട്രങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്. അമേരിക്കയുടെ ഈ ശക്തിയാണ് അവരെ ഈ സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തുന്നത്. ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ അമേരിക്കയുടെ പങ്കാളിയായ ഷായെ ഇറാനിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ ഒട്ടും സൗഹൃദത്തിലല്ല. കടുപ്പത്തിൽ നിന്ന് കാഠിന്യത്തിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന സാങ്ഷനുകൾ വെച്ചുകൊണ്ടാണ് അമേരിക്ക എപ്പോഴും ഇറാനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കെതിരെ എപ്പോഴും, അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാഷ്ട്രമായ ഇസ്രായേലിനെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി മരിക്കണം എന്ന് അമേരിക്ക തീരുമാനിച്ചാൽ അവരുടെ ശക്തി കൊണ്ടത് ചെയ്യാൻ അവർക്ക് സാധിക്കും. സ്വാഭാവികമായുള്ള അമേരിക്കയുടെ ശക്തിയും അവർക്ക് ഇറാനോടുള്ള വിദ്വേഷവും വെച്ചുകൂടി വായിക്കുമ്പോൾ അമേരിക്കയെ നമുക്ക് നാച്ചുറലായിട്ട് സംശയിക്കാം. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇത് ചെയ്യും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അമേരിക്ക ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധം പിടിച്ചു നിർത്തിയത്. അതിനിടയിൽ ഇറാനിലെ ഒരു ഭരണാധികാരിയെ വളരെ സീക്രട്ടായിട്ട് വധിക്കുക എന്നുള്ളൊരു കാര്യം അമേരിക്ക കഴിവുണ്ടെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ പോസിബിലിറ്റി എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഇറ്റ് ഈസ് അമേരിക്ക. അമേരിക്ക ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പോസിബിലിറ്റിയെ തള്ളിക്കളയാത്തത്. എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത രാഷ്ട്രമായതുകൊണ്ടും ഈ പോസിബിലിറ്റിയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. ഇറാനും പ്രശ്നക്കാരായ അയൽക്കാരും, ഇറാന് ചുറ്റുമുള്ള അയൽക്കാർ മുഴുവൻ അത്രയും നല്ല സൗഹൃദത്തിലായിരുന്നില്ല ഇറാനുമായിട്ട്. പരസ്പരം കലഹിച്ചു നിൽക്കുന്ന പഴയ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിലെ ഭാഗങ്ങളായ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള യുദ്ധത്തിൽ അസർബൈജാനെതിരെ അർമേനിയയുടെ കൂടെയാണ് ഇറാൻ നിലനിന്നത്. ആയുധവും മറ്റു സഹായങ്ങളും അർമേനിയക്ക് നൽകിയതിൽ വലിയ പങ്കാണ് ഇറാൻ ഉണ്ടായിരുന്നത്. അസർബൈജാന്റെ രാഷ്ട്രത്തലവനുമായി ചേർന്ന് ഒരു ഡാമിന്റെ ഉദ്ഘാടനം ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹെലികോപ്റ്റർ തകർന്ന് ഇബ്രാഹിം റൈസി മരിച്ചു വീണത്. അതും അസർബൈജാനിലെ അസീറി വംശജർ കൂടുതൽ പാർക്കുന്ന ഇറാനിലെ ഒരു പ്രദേശത്തിന് അടുത്ത് വെച്ച്. ഇതും കൂടി വായിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിൽ അസർബൈജാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തുർക്കിക്കോ പങ്കുള്ളതായി സംശയിക്കാം. പക്ഷേ റെയ്സിയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണ പ്രദേശം കണ്ടുപിടിക്കാൻ ഡ്രോണുകൾ നൽകി തുർക്കി തങ്ങൾക്ക് ഇതിലൊരു കയ്യുമില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അസർബൈജാൻ ഭരണകൂടം ഇത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സാധ്യത തീരെയില്ല. കാരണം ഇതിൽ എന്തെങ്കിലും രീതിയിൽ അവരുടെ പങ്ക് തെളിഞ്ഞാൽ ഒരു ഓപ്പൺ യുദ്ധം ചെയ്യാൻ ഇറാൻ തയ്യാറാകും. അതൊരു പക്ഷെ പിടിച്ചു നിൽക്കാൻ അസർബൈജാന് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് പക്ഷെ ആരെയെങ്കിലും അവർ ഇത് ചെയ്യാൻ സഹായിക്കാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇറാൻ ആഭ്യന്തര അധികാര വടംവലിയും ആന്തരിക അസ്വസ്ഥതയും, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജെൻസീറ്റ് യുവതലമുറയും, സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മൈനോറിറ്റികളും, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പൊതുജനങ്ങളും ഒരുപാടുള്ള ഇറാനിൽ മതനിയമപ്രകാരം ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു പറ്റം ആളുകൾ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ പ്രശ്നത്തിന്റെ തീവ്രത വളരെ വലുതാണെങ്കിലും അവരെ ഭരണകൂടം അടിച്ചമർത്തുന്ന ഒരു ദയയുമില്ലാതെയാണെങ്കിലും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മരണമുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂടെയുള്ളവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ്, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള യാത്രാ സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നവരും അത് ഒരുക്കുന്ന അവരുടെയും സെക്യൂരിറ്റി ക്ലിയറൻസ് എല്ലാം വളരെ വലിയ രീതിയിലാണ് സാനിറ്റൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം, ഡെമോക്രസി എന്നിവയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളും
ഇദ്ദേഹത്തിന്റെ മരണത്തിന് വേണ്ടി ശ്രമിച്ചു അല്ലെങ്കിൽ അവരാണ് ഇതിന് പിന്നിലെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് മറ്റൊരു കാരണം റെയ്സിയുടെ മരണം കൊണ്ട് അവർക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നതാണ്. ഒരു റെയ്സി പോയാൽ മറ്റൊരു പറ്റം റെയ്സിമാർ വീണ്ടും വരുമെന്ന സത്യം ബോധ്യമുള്ള ആർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും അവരെയും നമുക്ക് ചെറിയൊരു സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്താവുന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പോസിബിലിറ്റിയാണ് ഇതുവരെ സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റി. കാരണം നമ്മൾ ഇതുവരെ ഇബ്രാഹിം റെയ്സി മരിച്ചുപോയ ഇറാന്റെ പ്രസിഡന്റ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മരിച്ചത് അടുത്ത മത സുപ്രീം ലീഡർ ആകുമായിരുന്ന ഒരാളാണ് എന്നതാണ് സത്യം. ഇപ്പോഴത്തെ ഇറാനിലെ പരമാധികാരിയായ ആയത്തുള്ള ഖൊമൈനിക്ക് ശേഷം മതത്തിന്റെ ഏറ്റവും സുപ്രീം ലീഡറായി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത് റെയ്സിക്കായിരുന്നു. മത സുപ്രീം ലീഡർ മരണം വരെ ലീഡറായിട്ടാണ് നിൽക്കുന്നത്. തൻ്റെ നിലപാടുകൾ കൊണ്ട് ഇറാനിലെ മതത്തെ ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷ ആളുകളുടെ ഉള്ളിൽ ഒരു നേതാവായി റെയ്സി മാറുകയായിരുന്നു. ഇപ്പോഴത്തെ മത സുപ്രീം ലീഡർക്ക് 85 വയസ്സായി. ഇനി അടുത്ത മത സുപ്രീം ലീഡറായി വരേണ്ടത് ഇബ്രാഹിം റെയ്സി ആയിരുന്നു. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇരിക്കുന്ന സുപ്രീം ലീഡറായ ആയത്തുള്ള ഖൊമൈനിയുടെ മകൻ ഈ പൊസിഷനിലേക്ക് വരാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സുപ്രീം ലീഡർക്ക് ആഗ്രഹമുണ്ടെന്നും ഈ മകനും ആ പൊസിഷനിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന രീതിയിലുള്ള ന്യൂസാണ് പുറത്തേക്ക് വരുന്നത്. ഇത് സത്യമാണെങ്കിൽ സുപ്രീം ലീഡറിന്റെ കീഴിലാണ് മിലിറ്ററി, റെവല്യൂഷണറി ഗാർഡ് എല്ലാം. അങ്ങനെയാണെങ്കിൽ ഈ മകന് വേണ്ടിയിട്ട് റെയ്സിയെ ഒഴിവാക്കിയത് ഖൊമൈനി തന്നെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരമോന്നത നേതാവ് ആയിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനിയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണം സംഭവിച്ചതിന് ശേഷം പിൻഗാമി പ്രക്രിയയിൽ 1-ാം നമ്പറായി ആയത്തുള്ള അലി ഖൊമൈനിയുടെ മകൻ മോജ്തബ ഉയർന്നു വരികയാണ്. സത്യം ഒരു നാൾ പുറത്തു വരും. എത്ര നാൾ കെട്ടിവെച്ചാലും ഒരിക്കൽ സത്യം പുറത്തു വരും എന്ന് നമുക്ക് സിനിമയിലൊക്കെ കേൾക്കാമെന്നല്ലാതെ സത്യം ഒരിക്കലും പുറത്തു വരില്ല. കൊന്നവനും കൊല്ലിച്ചവനും മാത്രം അറിയാവുന്ന ഒരു സത്യം. ഇനി അത് കൊലപാതകം അല്ലെങ്കിൽ മരിച്ചുപോയവർക്ക് മാത്രം അറിയാവുന്ന സത്യമായി ഇത് എന്നും തുടരും. സാധാരണ ജനങ്ങളായ നമ്മൾക്കാർക്കും ഇതിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. Thank you so much. This is 5 seconds view on Iranian President Ibrahim Raisi's death and lots of doubt.